എൻ്റെ പേര് ബിൻസി. വീട് പത്തനംതിട്ടയാണ്. ഞാനാണെങ്കിൽ ഈ ഇവിടുത്തെ പറ്റി ഈ ഒരു മാതാവിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്, തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ആൾക്കാർ വീഡിയോ കളിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഈ ഫോണിൽ ഞാനിത് ആദ്യമായിട്ട് കണ്ട് അപ്പം ഞാനും ഇത് കണ്ട് ചിരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കും, എന്നാലും അങ്ങനെ വരുമോ? രണ്ട് മനസ്സായിട്ട് ഞാൻ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് എറണാകുളത്ത് കാക്കനാട്. ഞാൻ ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഒരു 5-6 കൊല്ലമായിട്ട് അവിടെ തന്നെ. അപ്പം ഞാൻ അവിടെ ഒരു PG-യിലാണ് താമസിക്കുന്ന, ഒരു ആൻറ്റിയുടെ കൂടെ. ആ ഒരു PG-യിൽ എൻ്റെ റൂമിൽ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു ആലപ്പുഴക്കാരി ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ, ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി വൈകിട്ട് വന്നപ്പോൾ ഈ ചേച്ചിയുടെ കയ്യിൽ ഇവിടുത്തെ ഉടമ്പടിയും ഇവിടുത്തെ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നു. അന്നേരം ഇപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇത് എന്നതാ? അപ്പോൾ ഞാൻ ഓടിപ്പോയി ഇത് എടുക്കാനായിട്ടാണ് ചെന്നത്. എടുക്കാൻ ചെന്നപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ അതിൽ നീ തൊടല്ലേ, അത് ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്നാ, എന്തോ സംഭവം എന്തുവാന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ട്രോളി കാണാറുണ്ട്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ട്രോളിലല്ല, അതിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ഈ പുസ്തകമൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. എന്നിട്ട് ഞാനത് അവിടെ വിട്ടു. പണ്ട് തൊട്ടേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് മുന്നേ കൂട്ടി കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പം ഒരാൾക്കും എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം മുമ്പ് തൊട്ട് ഈ വ്യക്തിനെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ വെറുതെ ഇരിക്കുമ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ എനിക്കിങ്ങനെ കാണിച്ചു തരും. അപ്പം ഞാൻ ഇത് പരീക്ഷിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത് എന്നതാണ്? കാരണം മരിച്ചു പോകും, അവർക്ക് എന്തെങ്കിലും വലിയ വലിയ ആപത്തുകൾ ആ സമയത്ത് വരുന്നത്. അന്ന് ഞാൻ പേടിച്ച് അരണ്ടിട്ട് ഞാൻ അമ്മയോട് പറയാം, അമ്മയെ ഇങ്ങനെ. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, നിന്നെ പ്രാർത്ഥിപ്പിക്കാനാ ദൈവം അത് കാണിക്കുന്നത്, നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഞാൻ വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു. ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ, ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ഇത് പിശാചിൻ്റെ ഏതാണ്ട് കളിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഇതെൻ്റെ അനിയനാണ്, സ്റ്റാലിൻ എൻ്റെ അനിയനാണ്. അപ്പം ഇവൻ അന്ന് ഇവിടെ ഇല്ല, ഇവൻ അബുദാബിയിലാണ്. അവൻ അബുദാബിയിൽ ഓയിൽ കമ്പനിയിൽ ജോലിയാണ്. അപ്പം ഇവൻ്റെ മുഖം എനിക്കിങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ അമ്മയോടും പറയുന്നുണ്ട്, അമ്മേ എന്നതോ ഇവൻ്റെ കാര്യം ഇതുപോലെ വരുന്നുണ്ട്, എന്നാണെന്നറിയത്തില്ല. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു തലയ്ക്കകത്ത് ട്യൂമറാ, ഇപ്പം തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഞങ്ങൾ എന്തോ ചെയ്തു, ഇത് കേട്ടപ്പം വല്ലാണ്ടായിപ്പോയി, എന്നാ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എനിക്ക് ശ്രമിച്ചു എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാഴ്ചയോളം പിന്നെയും താമസിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇത് താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കൊന്ത ചൊല്ലി ഇരിക്കുന്ന സമയത്ത് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം, ഭയങ്കര കൈക്കോ കാലിനോ കണ്ണിനോ ചെവിക്കോ ഒരു പ്രശ്നമില്ലാതെ ഒരു 21 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇവിടുന്ന് ദുബായി പോയതുപോലെയല്ല, അബുദാബി പോയതുപോലെയല്ല അവൻ തിരിച്ചു വരുന്നത്. ഞാൻ കാണുന്നത് എൻ്റെ അനിയൻ വന്നപ്പോൾ അവൻ്റെ ഈ ഒരു സൈഡ്, ഇങ്ങേ സൈഡ് കോടിപ്പോയി, മുഖം ഒരു സൈഡിലേക്ക് കോടിപ്പോയി. അവന് ഈ കണ്ണിന് കാഴ്ചയില്ല, ഈ ചെവി കേൾക്കത്തില്ല, ഇവന് ഈ കൈ അനക്കത്തില്ല, ഈ കാലനക്കത്തില്ല. അവൻ മുടന്തി വരുന്നത്. അപ്പം എയർപോർട്ടിൽ നിന്ന് ഇവൻ വരുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇവന് സ്ട്രോക്ക് വന്നതാണെന്ന് പറഞ്ഞു, മൈനർ സ്ട്രോക്ക് എന്തോ വന്നതാണെന്ന് ആൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു. ചെക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ പോലും കേൾക്കാത്ത ഒരു അസുഖം, ക്യാവർണോമ എന്ന് പറഞ്ഞിട്ടൊരു അസുഖം. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അലകൾ പോലെ ഇങ്ങനെ ബ്ലഡ് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ക്ലോട്ട് ചെയ്യും ഞരമ്പിനകത്ത്. അപ്പോൾ ഇവൻ അത് വന്നത് മെയിൻ സ്ഥലത്താണ്, നമ്മുടെ തലയ്ക്കകം തൊട്ട് കാല് വരെ പോകുന്ന ഒരു മെയിൻ ഞരമ്പുണ്ട്. ആ മെയിൻ ഞരമ്പിൻ്റെ സൈഡിൽ തലച്ചോറിനകത്താണ് ഇവനിത് വന്നേക്കുന്നത്. അപ്പം ഈ രോഗമുള്ള കുട്ടിക്ക് ഒരു 22 വയസ്സൊക്കെ ആകുമ്പോൾ, 21-22 വയസ്സാകുമ്പോഴേ ഇതിൻ്റെ സിംറ്റംസ് പുറത്ത് കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇവൻ ആ പ്രായമായപ്പം ഇവൻ്റെ സിംറ്റംസ് പുറത്ത് വന്നത്. ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇവൻ ഇരിക്കെ എന്നോട് പറയാം, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ വ്യക്തി ഇനി എണീക്കത്തില്ല, ഒന്നെങ്കിൽ കോമയിലായിപ്പോവും, അല്ലെങ്കിൽ ശരീരം മൊത്തം തളർന്നു പോകും, അല്ലെങ്കിൽ 1% പോലും ഞങ്ങൾക്ക് ചാൻസ് ഇല്ല ഇവൻ രക്ഷപ്പെടുമെന്ന്, ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞു. അതായത് ഫാക്റ്റായിട്ടുള്ള കാര്യം ഡോക്ടർ നമ്മളോട് വെട്ടി തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ് സത്യം. തിരുവനന്തപുരത്ത് പോയിട്ട് തിരുവനന്തപുരത്ത് ഒരു വീടെടുത്ത് ഞങ്ങൾ താമസം തുടങ്ങി. ഇവനെ അത്രയും ദിവസം എടുക്കുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ. എന്നിട്ട് ഞാനിങ്ങനെ കാണുന്നത്
ഇവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുക കട്ടിൽ, എന്നിട്ട് ഒരുപാട് ഇവൻ്റെ പ്രായത്തിലുള്ള മക്കളിങ്ങനെ മരിക്കുക, ആക്സിഡൻറ്റിൽ മരിക്കുക, എവിടെ തിരിഞ്ഞാലും ഇങ്ങനെ മരിച്ച് കിടക്കുന്നത് പോലത്തെ ഒരു ഇതാണ് കാണുന്നത്. അന്നേരം ഇപ്പം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമായി. കർത്താവെ, ഞാൻ അറിയാണ്ട് നിന്നെ പരീക്ഷിച്ചു പോയിട്ടുണ്ട്, ഇക്കാര്യത്തിൽ എന്നെ പരീക്ഷിക്കല്ലേ എന്ന് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവെ എന്നാണ്ട് വരുന്നുണ്ട്, എന്നാണ്ട് ഒരു ആപത്ത് വരുന്നുണ്ട്, എൻ്റെ മാതാവെ ഞാൻ എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന് കൈയും അനങ്ങത്തില്ല, കാലും അനങ്ങത്തില്ല. അപ്പോൾ ഇവന് ഭക്ഷണം വാരി കൊടുക്കാൻ നമ്മൾ വേണം കയറി ചെല്ലാനായിട്ട്. ചെന്ന സമയത്ത് ഇവൻ ഒരു മരിച്ച് കിടക്കുന്ന ഒരു ഡെഡ് ബോഡി എങ്ങനെ കിടക്കണേ അതുപോലെ ഇവൻ കിടക്കുക. അമ്മ വിളിച്ചിട്ടും എടുത്തിട്ടും ഒന്നും അനക്കവും കാര്യങ്ങളും ഒന്നുമില്ല. നേഴ്സ് ചേച്ചി വന്നേച്ച് ഇവൻ്റെ കണ്ണിങ്ങനെ പൊളിച്ച് നോക്കിയെന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ ഇങ്ങനെ കണ്ണ് പൊളിച്ച് നോക്കിയേച്ച് കണ്ണ് അതേപോലെ അവർ അടച്ചു വെച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അമ്മ ഇറങ്ങിക്കോ, എന്നിട്ട് വേറെ ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. കാരണം കയറി ചെല്ലുന്ന സമയത്ത് ഞാൻ കാണുന്നത് ICUവിനകത്തു നിന്ന് എൻ്റെ അനിയനെ ഒരു വെള്ള പുതപ്പിച്ചിട്ട് അവൻ്റെ മുഖം കൂടെയുള്ള കവർ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സൊക്കെ മാറി നിൽക്കുക. കാരണം കഴിഞ്ഞു എന്നുള്ള രീതിക്ക് ഡോക്ടേഴ്സൊക്കെ മാറി നിൽക്കുക. എന്നിട്ട് ഞാൻ അടുത്ത് ചെന്നിട്ട് ഇവനെ വിളിച്ചു, ഉണ്ണീന്ന് വിളിച്ചു. ഒരു ചലനവും ഇല്ല, ഒരനക്കവും ഇല്ല, ഒന്നുമില്ല, ഒന്ന് അനങ്ങുന്ന പോലും ഇല്ല അവന്. എന്നുവെച്ച് ഇവനെ ഞാൻ ചെല്ലപ്പേര് വിളിക്കും, ഇവനെ ഞാൻ സുന്ദരി എന്നായിരുന്നു വിളിക്കുന്നത്. എന്നുവെച്ച് ഞാൻ ഇവൻ്റെ അടുത്ത് ചെന്നു, ഞാൻ പ്രാർത്ഥിക്കുമല്ല, മനസ്സിൽ പ്രാർത്ഥന വരുന്നില്ല. എൻ്റെ മാതാവേ, ഈ ഒരു രൂപം മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ, വേറെ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ ചെന്ന് തോളയിൽ ഇവനിങ്ങനെ കിടക്കുക, ഞാൻ തോളയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ചെവിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എടി സുന്ദരി ഒന്ന് കണ്ണ് തുറക്കടി എന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറയുകയും ഇവൻ്റെ കൺപീലി അനങ്ങി, കൺപീലി വെട്ടി ഇവൻ്റെ. ഇതാ സൈഡിൽ നിന്ന് ഡോക്ടർ കണ്ടു. ഡോക്ടർ ഓടി വന്നേച്ച് പറഞ്ഞു, വിളിക്ക്, ഇനിയും വിളിക്കെന്ന് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് വിളിച്ചു ഇവനെ. പിന്നെ ഞാൻ ആ പേര് വിളിക്കുമ്പോഴത്തേന് ഇങ്ങനെ മൂളെന്ന് പറയാൻ പറ്റില്ല, അടുത്ത് നമ്മൾ നിന്നാൽ മാത്രമേ കേൾക്കത്തുള്ളൂ. ഇവൻ മൂളി. അപ്പം തന്നെ ഇവനെയും കൊണ്ട് നേരെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ജീവൻ പിടിച്ച് നിൽക്കാനായിട്ട് ഒരു സാധനം വെച്ച് ഇങ്ങനെ തേച്ച് നെഞ്ചത്തൂന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക ഇവൻ ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവനെയും കൊണ്ട് നേരെ അവർ വെൻറ്റിലേറ്ററിലേക്ക് പോയ സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല, പോയ ആളാണ്. ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞ്, പോയ ആളാണ്, ആളെ ദൈവം തിരിച്ചു തന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടറെ ഇനി എന്താ ചെയ്യുന്നത്, അടുത്ത എന്താ ചെയ്യാൻ പറ്റണേ? അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. 3 തവണ ഇവൻ്റെ തലയിലെ ഞരമ്പ് പൊട്ടി. ഒരിക്കലും അത്രയും ഞരമ്പ് പൊട്ടുന്ന ഒരാൾ ജീവിച്ചിരിക്കില്ല. 3% പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഇപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇവനെ വെൻറ്റിലേറ്ററിലിട്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് നാൾ ഇവനെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതേ പറഞ്ഞുള്ളൂ, മാതാവേ എന്നെ ഒന്ന് സഹായിക്കണേ, ഇത്ര ഞാൻ പറഞ്ഞോളൂ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിതുപോലെ പറഞ്ഞു, നിങ്ങളുടെ ഹിതം എന്താണോ അവനെ എനിക്ക് തരാനാണെങ്കിൽ എനിക്ക് തിരിച്ചതായോ. എൻ്റെ അനിയനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, എൻ്റെ സഹോദരനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അല്ല, നിങ്ങളുടെയാണ്, നിങ്ങളുടെ മകനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ, ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ തിരിച്ചതായോ എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ അവനെ ഇനി വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ പ്രതീക്ഷ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ മനസ്സിൽ എൻ്റെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു വചനം, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. എന്നെ ഇത്രയും നിലനിർത്തിയൊരു വചനം അത്. മൊബൈൽ നമ്പറും പേരും അവിടെ കൊടുക്കും. ആ ഡോക്ടർ എൻ്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ബിൻസി എത്രയും പെട്ടെന്ന് NICUവിലേക്ക് വരാൻ പറഞ്ഞു. വന്ന് അതേ സ്പീഡ് തിരിച്ച് കയറിപ്പോയപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്നതിന് പ്രശ്നമില്ല, ഞങ്ങൾ ചെയ്യാം, പക്ഷേ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്ക് 1% പോലും ചാൻസ് ഇല്ല. എൻ്റെ ഡോക്ടർ എന്നോട് ചോദിച്ചു, അനിയനെ ഒന്ന് കാണുന്നു എന്ന് ചോദിച്ചു. ഓപ്പറേഷനായിട്ട് റെഡിയാക്കി അവർ കിടത്തിയേക്കാം. ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചു. അവർ തന്നെ തൊട്ടോളാൻ പറഞ്ഞു. ഞാൻ ഇവൻ്റെ കയ്യിൽ മാതാവിൻ്റെ രൂപമുള്ള നമ്മുടെ ലോക്കറ്റ് കൊടുത്തു. ഞാൻ കൊടുത്ത വഴിക്ക് ഇവൻ അതെടുത്ത് എറിഞ്ഞപ്പോൾ ഞാനത് പോയി ഓടിയെടുത്തിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, മാതാവേ അവൻ എന്തുവാ ചെയ്യുന്നതെന്ന് അവൻ അറിയത്തില്ല, അവന് ഒരു ബോധവും ഇല്ല, അവനോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു. ആ പറഞ്ഞ വ്യക്തി അതുവരെ ഒരു അനക്കമോ ചലനമോ ഒന്നും ഇല്ലാതിരുന്ന ആൾ ആ ലോക്കറ്റ് എന്നോട് ചോദിച്ചു.
അത് തരാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു അതിങ്ങി താന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിവൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അടുത്ത് നിന്ന് നേഴ്സ് എന്നോട് പറഞ്ഞു, ആളുടെ പെങ്ങൾ വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ഇവൻ്റെ ചെവിയിൽ ഞാൻ പറഞ്ഞു, അപ്പം നമ്മളെ അവിടെ ഇരുത്തത്തില്ല. അപ്പോൾ ഇവൻ കിടക്കണേൻ്റെ നേരെ ഫ്രണ്ടിലാണ് NICUവിൻ്റെ ഡോർ. ഞാൻ ഇവനോട് പൂർണ്ണ വിശ്വാസത്തിൽ, ഞാൻ എൻ്റെ മാതാവിനെയും ഈശോനെയും പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോൻ പോയിട്ട് തിരിച്ചു വാ, ചേച്ചി ആ ഡോറിൻ്റെ പുറകിലുണ്ടാവും എന്ന് പറഞ്ഞു. ആ ഡോറിൻ്റെ അപ്പുറത്ത് ചേച്ചി ഇരിക്കാം, മോൻ ഇപ്പോൾ പോയിട്ട് അതുപോലെ മോൻ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് ഇത്രേ പറഞ്ഞുള്ളൂ, വരാം എന്നുള്ള അർത്ഥത്തിൽ എന്ന് പറഞ്ഞു. വന്നേച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന രൂപം, മാതാവ് റൈറ്റ് സൈഡിൽ, ഇവൻ്റെ ഓപ്പറേഷൻ താഴെ നടന്നുകൊണ്ടിരിക്കുക, മാതാവ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ഈശോയും. അപ്പം എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുമോ ഇവർ. ഈ രൂപമാണ് ഞാൻ കാണുന്നത്. അപ്പം ഒരു സൈഡിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തുവാന്ന്. അപ്പം ഞാനോർക്ക്, ദൈവമേ ഇവരിനി ഇവനെ കൊണ്ടുപോകാനായിട്ട് വന്നതാണോ, ഇവനെ ഇനി കൊണ്ടുപോകാൻ വന്നതാണോ, അപ്പുറത്തെ സൈഡിൽ ഞാൻ ഇനി ഇവനെ എനിക്ക് തിരിച്ചു തരാനാണോ, എന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ട് രാവിലെ 8:45 ഇവൻ്റെ ഓപ്പറേഷൻ കയറ്റി. വൈകുന്നേരം 3:45 ആ ഡോക്ടർ എൻ്റെ മൊബൈലിൽ വിളിച്ചു. എൻ്റെ മൊബൈലിൽ വിളിച്ചിട്ട് പറഞ്ഞു, ബിൻസി കയറി വരാൻ പറഞ്ഞു. ജീവനില്ലാത്തൊരു ശവം പോലെയാണ് ഞാൻ കയറിപ്പോകുന്നത്. കാരണം ഈ ഡോക്ടർ ഇനി എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് വന്ന് എൻ്റെ വീട്ടുകാരോട് പറയണം. എങ്ങാണ് ഇവൻ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത്. ഇതൊക്കെ മനസ്സിൽ പോകുന്നുണ്ട്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വചനം എൻ്റെ തലയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഞാൻ മോളിൽ ചെന്ന സമയത്ത് ആദ്യം ഈ ഡോക്ടർ ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുടെ ഒരു ഡ്രസ്സിലാണ് ആൾ NICU, തല പകുതി ഉടലും മാത്രമേ ഉള്ളൂ വെളിയിൽ, ബാക്കി NICUവിനകത്താണ്. ആളെന്നോട് ഇതുപോലെ ചോദിച്ചു, ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ജീവൻ വീണു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ വലിയ കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഞാൻ ചെന്ന വഴിക്ക് എൻ്റെ തോളിൽ ഇങ്ങനെ തട്ടിയേച്ച് എന്നോട് പറഞ്ഞു, താൻ എടുത്തൊരു ഡിസിഷൻ നല്ലൊരു ഡിസിഷനായിരുന്നു, കാരണം ഞങ്ങൾ പോലും ഭയപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അവിടെ സത്യമായിട്ട് എൻ്റെ ആ ഡോക്ടർ എന്നോട് ഇന്നേ വരെ എനിക്ക് തോന്നുന്നു ആ ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളെ കാണാനായിട്ട് കയറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, അനിയനെ ഒന്ന് കാണുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. 9ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിന് ഇവൻ കംപ്ലീറ്റ് ആയിട്ട് ഇവൻ്റെ മൈൻഡ് ഫുള്ള് പോയി. അപ്പം ചെക്ക് ചെയ്താൽ പറയണം ഈ ഓപ്പറേഷൻ ചെയ്ത സൈഡ് ഇൻഫെക്ഷനായിട്ട് മെനിഞ്ചറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് അത് മാറി ഇവന്. അപ്പം നമ്മുടെ പ്രതീക്ഷ പിന്നെ ഇതായി. എന്നിട്ട് എൻ്റെ ഉള്ളിൽ അമ്മയും അച്ഛനും ഒക്കെ ആകെ ഇതായി. ഞാൻ പറഞ്ഞു, ദൈവം കൊണ്ടുപോകാനായിരുന്നെങ്കിൽ ഞാൻ മുന്നമേ പറഞ്ഞു, ദൈവമേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല, കൊണ്ടുപോയിക്കോ. പക്ഷെ അവനെ എനിക്ക് തിരിച്ചു തരണേന്ന് തന്നിട്ട് ദൈവമായിട്ട് എനിക്ക് തിരിച്ചു തന്നത്, അവൻ ഉറപ്പായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അതുപോലെ കറക്റ്റ് ഒരാഴ്ച അവന് കിടന്നു. അതിൻ്റെ ചികിത്സയും കാര്യങ്ങളും ഒക്കെയായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിട്ടു. ഇപ്പോൾ അവന് ഏകദേശം ഫെബ്രുവരിയിലായിരുന്നു അവൻ്റെ ഓപ്പറേഷൻ. ഫെബ്രുവരി ആദ്യ ആഴ്ചയിലാണ് ഓപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഈ കാഴ്ച പോയ കണ്ണിൻ്റെ കാഴ്ച എൻ്റെ മാതാവ് എനിക്ക് അവന് തിരിച്ചു കൊടുത്തു. കേൾക്കാത്ത അവൻ്റെ ചെവിയുടെ കേൾവി അവന് തിരിച്ചു കൊടുത്തു. അനങ്ങാത്ത അവൻ്റെ കൈ, ആ കൈ ഒന്ന് പൊക്കി കാണിച്ച്, ഈ കൈ അവൻ അനങ്ങത്തില്ലായിരുന്നു. ഈ കൈ മാതാവൻ തിരിച്ചു കൊടുത്തു. ഇതുപോലെ നിൽക്കില്ല. ഞാനും എൻ്റെ അപ്പനും കൂടെ വെയിറ്റ് ഉണ്ട് ആൾക്ക്, ഞാനും എൻ്റെ അപ്പനും കൂടിയാണ്. അപ്പം ഇവനെ കാലിങ്ങനെ പിണഞ്ഞു പോയി രണ്ടായിട്ട്. നമുക്ക് ഇവനൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോകാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുപോകണമെന്നൊക്കെ ഞങ്ങളിങ്ങനെ പിടിക്കുക. ഞാനൊരു സൈഡിൽ പിടിക്കും, അപ്പനൊരു സൈഡിൽ പിടിക്കും. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ എൻ്റെ ദൈവം ഇത്രത്തോളം അവന് വിടുതൽ കൊടുത്തു. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല എൻ്റെ അനിയനെ ഇങ്ങനെ കിട്ടുമെന്ന്. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം, അത് കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതായിരുന്നു എൻ്റെ അനിയൻ്റെ അവസ്ഥ. ഒരു ബോധമില്ല ആൾക്ക്, ഒരു ബോധമില്ലാണ്ട് ആൾ സംസാരിക്കുന്നയാ. എന്തെങ്കിലും അവനൊന്ന് മിണ്ടി കിട്ടാനായിട്ട് ഞാൻ സംസാരിക്കുന്ന അവനോട്. ഇതായിരുന്നു ഇവൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നാണ്
എൻ്റെ മാതാവ് എനിക്ക് ഇവനെ ഇത്രത്തോളം തിരിച്ചു തന്നത്. അതിൻ്റെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇവൻ്റെ അനുഭവം ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു. ഒരുപാട് പേര് ഞാൻ ബസ്സിൽ പോയാലും ഞാൻ പറയും. ഞാൻ അന്ന് ആശുപത്രി ഇരുന്നവരോട് പറഞ്ഞു, എൻ്റെ ചേച്ചി, എൻ്റെ കസിൻസ്, എവിടെ പറയാനും എനിക്ക് ഒരു നാണും എനിക്ക് തോന്നാറില്ല. കാരണം അറിയണം, ആൾക്കാരറിയണം ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനുഷ്യരറിയണം. പിന്നെ